ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വചന യാത്രയിലേക്ക് സ്വാഗതം. നമ്മൾ വായിക്കുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 28 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് യേശു 2 പിശാച് ബാധിതരായവരെ സൗഖ്യപ്പെടുത്തുന്ന ഭാഗമാണ്. വഴികളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ സാധാരണ ആൾക്കാർക്ക് എല്ലാവിധമായ രീതിയിൽ അസൗകര്യം ഉണ്ടാക്കുന്ന 2 പിശാച് ബാധിതരെ ഒഴിവാക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. അവർ ആദ്യമേ തന്നെ യേശുവിനെ അഭിസംബോധന ചെയ്യുന്നത് ദൈവപ്രാഹെന്നാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തിന് ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു? സ്നേഹമുള്ളവരെ, യേശു ആ 2 ആത്മാക്കളെ രക്ഷിക്കുന്നത് ആ പൈശാചികമായ ശക്തിയെ പൂർണ്ണമായിട്ടും പുറത്താക്കുമ്പോഴാണ്. അത് പന്നികളുടെ ഇടയിലേക്ക് വിടുകയും അത് കടലിൽ മുങ്ങിച്ചാകുകയും ചെയ്യും. നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ സുവിശേഷ ഭാഗം എൻ്റെ ജീവിതവുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ പലവിധമായ പൈശാചിക ശക്തികൾ ഉണ്ടാകാറുണ്ട്, പലവിധമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒരുപക്ഷെ മുൻ കാലഘട്ടത്തെക്കാൾ കൂടുതൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ കൂടുതൽ പ്രലോഭനങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാലും ഈശോ ആഗ്രഹിക്കുന്നത് ആ സമയങ്ങളിലൊക്കെ ആദ്യം അഭിസംബോധന ചെയ്യേണ്ടത് ദൈവപുത്ര എന്നെ രക്ഷിക്കണമേ എന്നതാണ്. ദൈവപുത്ര എന്നെ രക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ എൻ്റെ സാന്നിധ്യത്തിൽ കർത്താവുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് കൊടുക്കുമ്പോഴാണ്. ഓരോ പ്രാവശ്യവും ഇങ്ങനെയുള്ള പ്രതിസന്ധികളും പൈശാചികമായ പ്രലോഭനങ്ങളും ഉണ്ടാകുമ്പോൾ കർത്താവ് കൂടെയുണ്ട് നമ്മളെ സഹായിക്കാൻ. അല്ലെങ്കിൽ കർത്താവ് അതിനുള്ള വഴികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രഭാത ദിവ്യബലി, വിശദമായ ജീവിത രീതി, കുമ്പസാരം, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും ഓർത്തെടുക്കേണ്ട നിമിഷങ്ങൾ, നമ്മളാൽ കഴിയുന്ന രീതിയിൽ സൽപ്രവർത്തികൾ ചെയ്യുന്നതിലൂടെ. എങ്കിലും അടുത്ത ദിവസവും ഇതേപോലുള്ള പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും, പൈശാചികമായ തടസ്സങ്ങളുണ്ടാകും. ഓരോ പ്രാവശ്യവും നമ്മളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോഴൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് ദൈവപുത്ര എന്ന അഭിസംബോധനയാണ്. നമ്മൾ ദൈവപുത്ര എന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിനെ അതിജീവിക്കുവാനുള്ള ശക്തി, അല്ലെങ്കിൽ കർത്താവിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ബോധം നമുക്കുണ്ടാകും. തീർച്ചയായും ജപമാലയിലൂടെ അല്ലെങ്കിൽ നല്ല പ്രവൃത്തികളിലൂടെ, ധാർമ്മികമായ ചിന്തകളിലൂടെ അതിനെയൊക്കെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഏറെ പ്രത്യേകിച്ച് പ്രഭാതത്തിൽ നമ്മൾ വായിക്കുന്ന ഓരോ വചനഭാഗങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കുന്നതിലൂടെ, അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നതിലൂടെ, അതിലൂടെ വഴികൾ തെളിച്ചു തരുന്നതിലൂടെ തീർച്ചയായിട്ടും ഓരോ ദിവസത്തെ പ്രലോഭനങ്ങളെയും പൈശാചിക ശക്തികളെയും അതിജീവിച്ച് മുൻപോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹത്തിനായിട്ട് ഈ പ്രഭാത ദിവ്യയിൽ നമുക്ക് പ്രാർത്ഥിക്കാം.